നിറസാന്നിധ്യങ്ങളായിരുന്നു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. മലപ്പുറം പൊന്നാനിയിൽ MLA ഓഫീസിന് മുന്നിൽ ചൂണ്ടയിട്ട് UDF പ്രതിഷേധം നഗരസഭാ റോഡ് തകർന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും അറ്റകുറ്റപ്പണി നടത്താത്തതിനെതിരെ. റോഡിന്റെ ശോചനീയാവസ്ഥ നഗരസഭയ്ക്ക് തന്നെ നാണക്കേടെന്ന് UDF കൌൺസിലർമാർ. മലപ്പുറം ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് സ്കൂൾ NSS യൂണിറ്റിന്റെയും പെരിന്തൽമണ്ണ ഗവൺമെന്റ് ജില്ലാ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ. പരിപാടി PTA പ്രസിഡന്റ് VT അമീർ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം തിടനാട് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് MLA വ്യാജ വിപ്പ് തയ്യാറാക്കിയെന്ന പരാതിയിൽ കേസെടുത്ത് പോലീസ് കേസെടുത്തത് ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ ജോസഫിന്റെ പരാതിയിൽ. കേരള കോൺഗ്രസ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ലിസി തോമസിന് കേരള കോൺഗ്രസിന്റെ വ്യാജ ലെറ്റർ പാഡിൽ PJ ജോസഫിന്റെ ഒപ്പും സീലും രേഖപ്പെടുത്തിയെന്നതാണ് പരാതി. ഗുരുവായൂർ താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ ഗണേശോത്സവം ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ. പ്രധാന വിഗ്രഹം ബുധനാഴ്ച ഗുരുവായൂരിലെത്തും. വൈകിട്ട് 4-ന് മഞ്ജുളാലിൽ നിന്നും വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയിൽ ഹാരാർപ്പണം നടത്തി സ്വീകരിക്കും. പാരാളിമ്പിക്സിൽ ഇന്ത്യക്ക് വീണ്ടും സ്വർണം. പുരുഷ അമ്പെയ്ത്തിൽ സ്വർണം നേടിയത് ഹർവീന്ദർ സിംഗ്. ഇതോടെ പാരാളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്വർണ്ണ മെഡൽ നേട്ടം 4 യുക്രൈനിൽ വീണ്ടും വ്യോമാക്രമണം. റഷ്യയുടെ വ്യോമാക്രമണത്തിൽ 7 പേർ മരിച്ചു, 40-ലേറെ പേർക്ക് പരിക്കേറ്റു. റഷ്യയുടെ ആക്രമണം ഡ്രോണുകളും ഹൈപ്പർസോണിക് മിസൈലുകളും ഉപയോഗിച്ച്.